ഇന്നു രാവിലെ മലയാള ദിനപത്രങ്ങൾ വായിച്ച ഒട്ടുമിക്കവരും ഒന്ന് ഞെട്ടി. പ്രമുഖ പത്രങ്ങളിൽ ആദ്യത്തെ പേജിൽ നോട്ടേ വിട, ഇനി ഡിജിറ്റൽ കറൻസി എന്ന തലക്കെട്ടോടു കൂടിയ വാർത്തയായിരുന്നു അതിന് കാരണം. ഫെബ്രുവരി 1 പേപ്പർ കറൻസി പൂർണ്ണമായും നിർത്തലാക്കുമെന്നായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം. ആദ്യ പേജിലടങ്ങിയ മറ്റു വാർത്തകളും ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നതായിരുന്നു. മലയാള മനോരമ, വീക്ഷണം, മംഗളം, ജനയുഗം തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ പത്രങ്ങളുടെയും ആദ്യത്തെ പേജ് സമാനമായിരുന്നു. എന്നാൽ ആ പേജിൽ നൽകിയിരുന്ന തീയതി അധികമാരും ശ്രദ്ധിച്ചില്ല. വർഷം 2050. നോട്ടുകളെല്ലാം നിരോധിക്കാൻ പോവുകയാണെന്ന് പലരും വിശ്വസിച്ചു. ആ വാർത്ത വളരെ വേഗത്തിൽ പ്രചാരവും നേടി. എന്നാൽ മണിക്കൂറുകൾക്കകം സോഷ്യൽ മീഡിയ ഈ വാർത്തകളുടെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ വായനക്കാരോടുള്ള പ്രമുഖ പത്രമാധ്യമങ്ങളുടെ ചതി പുറത്തു കൊണ്ടുവന്നു. സംഗതി മറ്റൊന്നുമല്ല, കൊച്ചി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിന്റെ മാർക്കറ്റിംഗ് ഫീച്ചർ എന്നവർ വിളിക്കുന്ന, എന്നാൽ ഒരു കാഴ്ചയിലും അങ്ങനെ തോന്നാത്ത ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. ഒരു മൂലയ്ക്ക് ചെറിയ രീതിയിൽ അവർ ഇത് മുന്നറിയിപ്പ് എന്ന പേരിൽ കൊടുത്തിട്ടുമുണ്ട്. 2050 പത്രങ്ങളുടെ മുൻ പേജുകൾ എങ്ങനെയായിരിക്കുമെന്ന് ഭാവന ചെയ്തതാണത്രേ. വാർത്തകൾ അറിയാൻ കാശ് കൊടുത്ത് പത്രം വാങ്ങി വായിക്കുന്നവരുടെ വായിലേക്ക് വ്യാജ വാർത്തകൾ ഒരു ഉളുപ്പുമില്ലാതെ കുത്തിത്തിരികുന്ന ഈ പത്രങ്ങളുടെ നിലവാരം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നത് നാം ഓർക്കേണ്ടതാണ്. പരസ്യം എന്ന പേരിൽ ഒന്നാം പേജിൽ തന്നെ ബ്രേക്കിംഗ് വാർത്തകൾ നൽകി ആരെയും കബളിപ്പിക്കാനും വ്യാജ വാർത്തകൾ പടച്ചുവിടാനും തങ്ങൾക്കൊരു മടിയുമില്ല എന്ന് ഈ പ്രമുഖ മാധ്യമങ്ങൾ ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇതിനിടയിലാണ് രസകരമായ മറ്റൊരു സംഭവം അരങ്ങേറുന്നത്. റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ശ്രീ അരുൺകുമാർ രാവിലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് ഈ വാർത്തകളുമായാണ്. ഇന്നത്തെ പത്രവാർത്തകൾ എന്തൊക്കെയാണെന്ന് വായിച്ച് വിശകലനം ചെയ്യുന്ന പരിപാടിയിൽ ശ്രീ അരുൺകുമാർ വളരെയധികം ഗൗരവത്തിൽ ഈ വ്യാജ വാർത്തകളെ സത്യമെന്ന് കരുതി വായിച്ച് തള്ളി മറിക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടത്. ഇതൊരു പരസ്യമാണെന്നും വ്യാജ നിർമ്മിതിയായ വാർത്തകളാണെന്നും സ്വയം തിരിച്ചറിയാനുള്ള യുക്തി അരുൺകുമാറിന് ഉണ്ടായില്ല. ഒരു സാധാരണക്കാരനെ പോലെ വാർത്തയും വിശ്വസിച്ച് വായിച്ച് വിശദീകരിച്ച് തള്ളിമറിച്ചപ്പോൾ സകലരും തിരിച്ചറിഞ്ഞു അരുൺകുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ ഒരു ഊതി വീർപ്പിച്ച കുമിള മാത്രമാണെന്ന്. ഇത്തരമൊരു വാർത്ത കണ്ടാൽ പോലും സത്യമെന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അരുൺകുമാറിന് എങ്ങനെയാണ് വാർത്തകളിലെ വസ്തുതകളെ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാനാവുക? സ്വന്തം മാധ്യമ സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്തരമൊരു പണി അരുൺകുമാർ പ്രതീക്ഷിച്ചു കാണില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം അരുൺകുമാർ എയറിലാണ്. അരുൺകുമാറിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഇപ്പോൾ മനസ്സിലായോ സാറേ വ്യാജ വാർത്തകൾ ജനങ്ങളെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്ന്? ബുദ്ധിമാനെന്ന് സ്വയം നടിക്കുന്ന, വാർത്തകളെ കീറിമുറിച്ച് വിശകലനം ചെയ്യുന്ന താങ്കൾക്ക് പോലും ഇത്രയും വലിയ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വാർത്തകളൊക്കെ വിശ്വസിച്ചു പോകുന്ന സാധാരണക്കാരെ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക? ഒരു സമൂഹത്തിനെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വ്യാജ വാർത്തകൾ നൽകി റേറ്റിംഗ് കൂട്ടാൻ നോക്കുന്ന മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് ചുരുക്കി വിളിച്ച് പരിഹസിക്കുന്നതും അതുകൊണ്ടാണ്. അതുപോലെ ഇത്തരം പിതൃശൂന്യ വാർത്തകൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്ന പത്ര റിപ്പോർട്ടർമാരെ മേൽപ്പറഞ്ഞ പോലെ ചുരുക്കി വിളിക്കാൻ നിർബന്ധിതരാക്കുന്നതും നിങ്ങൾ തന്നെയാണ്. പത്ര റിപ്പോർട്ടർ എന്നത് ചുരുക്കി വിളിച്ചാൽ അതൊരു തെറിയാകുമെന്നത് കൊണ്ട് തന്നെ ഞാനതിന് മുതിരുന്നില്ല. കാശ് വാങ്ങി വ്യാജ വാർത്തകൾ നിർമ്മിച്ച് സാധാരണക്കാരെ പറ്റിക്കുന്ന എന്ത് തോന്നിവാസവും എഴുതി പിടിപ്പിക്കാമെന്ന് കരുതുന്ന ഈ മാധ്യമങ്ങളെ അധികം വൈകാതെ തന്നെ ജനങ്ങൾ തെരുവിൽ നേരിടുന്ന കാഴ്ച കാണേണ്ടി വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. മാധ്യമധർമ്മം എന്നത് ചവറ്റുകൊട്ടയിൽ തള്ളിക്കൊണ്ട് കാശിനു വേണ്ടി ജനങ്ങൾക്കിടയിൽ ആശങ്ക പടർത്താൻ തുനിഞ്ഞിറങ്ങുന്ന ഇത്തരം കൂട്ടങ്ങളെ അർഹിക്കുന്ന അവജ്ഞ നൽകി ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്.